സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. അതിൽ പലയിടത്തും സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ സംഘർഷമുണ്ടാകുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ്. ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് കൊച്ചിയിലെ പ്രതിഷേധത്തിൽ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. പലയിടത്തും ഈ പ്രതിഷേധം അക്രമാസക്തമാകുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകർക്കെതിരെ, KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമം നടത്തുന്നതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി അറിയിക്കുന്നത്. ശ്യാം, പറയൂ. ഹലോ 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 പ്രവർത്തകർ ശ്രമിക്കുകയാണ്. ബാരിക്കേഡ് കെട്ടിയിരുന്ന കയർ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുകൊണ്ടുപോയി. ഇതോടുകൂടി പോലീസ് മറുവശത്ത് നിന്ന് ബാരിക്കേഡ് പിടിച്ചു നിർത്താനുള്ള ശ്രമം തുടരുകയായിരുന്നു. അപ്പോഴാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. നിലവിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. കമ്മീഷൻ ഓഫീസിലേക്ക് വന്ന പ്രതിഷേധ പ്രകടനം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് പോലീസ് തടഞ്ഞത്. നിലവിൽ കൊടി കെട്ടിയിരുന്ന വടി ഉൾപ്പെടെ ഊരി പോലീസിന് നേരെ എറിയുകയും ആ ബാരിക്കേഡ് പൊക്കി മറിച്ചിടാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പോലീസുമായി വലിയൊരു രീതിയിലുള്ള സംഘർഷം തന്നെ ഇവിടെ ഉണ്ടാകുന്നു. കാരണം ബാരിക്കേഡ് കെട്ടി ഉറപ്പിച്ചിരുന്ന കയർ പോലീസ്, ആ കയറാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചുകൊണ്ടുപോയത്. ഇതോടുകൂടി ബാരിക്കേഡ് റോഡിൽ നിന്ന് മാറ്റാതിരിക്കാൻ പോലീസ് മറുവശത്ത് ബലപ്രയോഗം നടത്തുന്നുണ്ട്. ഇത് തടയാനാണ്, പ്രവർത്തകരെ പിടിച്ചുവിടാനാണ് പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷെ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഏതായാലും പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് പോലും ഉണ്ടാകാതിരിക്കാൻ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ കൂട്ടമായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് ഉയർത്തി മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അനുജ, നിലവിലിപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ ബാരിക്കേഡ് മറിച്ചിടാനൊക്കെയുള്ള ശ്രമം, അത് ആ തരത്തിലേക്ക് അത് പോലീസ് പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ടോ ശ്യാം? അനുജ, നിലവിൽ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ബാരിക്കേഡ് നടുക്ക് ഭാഗത്ത് ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ ഇളക്കി മാറ്റിയിരുന്നു. ഇതോടെയാണ് വീണ്ടും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ കൂട്ടമായി തന്നെ റോഡിന് നടുക്ക് ആ അഴിച്ചുമാറ്റിയ കയറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ കയറിന്റെ നിയന്ത്രണം പോലീസിന് കിട്ടിയാൽ മാത്രമേ ബാരിക്കേഡുകൾ പൊളിയാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ പോലീസുമായി ഒരു വടംവലിയാണ് റോഡിന് നടുക്ക് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ വേണ്ടി ആ രണ്ട് കയറുകൾ, ആ ബാരിക്കേഡ് കിട്ടിയ കയറുകൾ പിടിച്ച് വലിക്കുകയാണ്. ഏതായാലും ജലപീരങ്കി പ്രയോഗം വീണ്ടും ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകർ റോഡിന് നടുക്ക് നിന്നുകൊണ്ട് ആ കയർ, ബാരിക്കേഡ് കിട്ടിയ കയർ പൂർണ്ണമായും വലിച്ചു നീക്കാൻ ശ്രമിക്കുന്നു. നിലവിൽ ജലപീരങ്കി പ്രയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞുപോയ ശേഷം വീണ്ടും സംഘടിച്ച് ബാരിക്കേഡിന് അടുത്തേക്ക് എത്തുകയാണ്. കുപ്പികളും കൊടിയുടെ വടികളും ഒക്കെ വലിച്ച് പോലീസിന് നേരെ എറിയുന്നുണ്ട്. ഏതായാലും വലിയ പ്രകോപനം ഉണ്ടാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു. 2 തവണയാണ് നിലവിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ഇതൊന്നും പ്രവർത്തകരെ പിരിച്ചുവിടാൻ പര്യാപ്തമായിട്ടില്ല. ഏതായാലും പ്രവർത്തകർ വീണ്ടും കൂടി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് വലിച്ച് മറിച്ചിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അനുജ, ഇതിലെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ ഈ പ്രതിഷേധത്തിൽ ശ്യാം? പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടായിരിക്കുന്നു. അനുജ, VP സജീന്ദ്രൻ, KPCCയുടെ വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനാണ് ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗം നടത്തിയ വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായത്. ഏതായാലും DCC പ്രസിഡന്റുണ്ട്, VP സജീന്ദ്രനുണ്ട്, ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം സ്ത്രീകൾ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസിനെ കൂക്കി വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും പ്രവർത്തകർ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പോലീസുമായി ഒരു വടംവലി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് കെട്ടി സംരക്ഷിക്കാൻ ഉറപ്പിച്ച കയർ അഴിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ വലിച്ചു നീക്കുന്നത്. ഇതോടെയാണ് ഇപ്പോൾ 2 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം,
വീണ്ടും ഒരു വടംവലി മത്സരം നടക്കുന്ന പോലെയാണ് ബാരിക്കേഡുകൾ വലിച്ചു മാറ്റാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MG റോഡിൽ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ഈ ബാരിക്കേഡുകൾ പൊളിച്ചു മാറ്റാനും പോലീസുമായുള്ള ബലാബലവും നടക്കുന്നത്. മറുവശത്ത് പോലീസുകാർ കെട്ടിയ ബാരിക്കേഡിന്റെ ഏത് വിധേനയും അടിച്ചു മാറാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് പ്രവർത്തകർ മുന്നേറിയാൽ വളരെ വേഗത്തിൽ അവർക്ക് കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അവിടെ കരുതലെടുക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറാകുന്നില്ല. അവർ അഴിച്ച ബാരിക്കേഡിന്റെ ആ കയർ പിടിച്ചുകൊണ്ട് വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. 2 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ വളരെ നാളുകൾക്ക് ശേഷം കൊച്ചി നഗരത്തിൽ ഉണ്ടായ ശക്തമായ പ്രതിഷേധ സമരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ MG റോഡിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് സമാധാനത്തിന്റെ ഒരു പാത വിട്ടുകൊണ്ട് പോലീസിനെ പ്രകോപിപ്പിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ റോഡിൽ തുടരുകയാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ റോഡിൽ നിന്നുകൊണ്ട് ബാരിക്കേഡ് ഏകദേശം വലിച്ചിളക്കിയിട്ടുണ്ട്. അത് പോലീസ് പോകാതിരിക്കാൻ വേണ്ടി പോലീസുകാർ പരമാവധി മറുവശത്ത് നിന്ന് ബാരിക്കേഡ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാരിക്കേഡ് കെട്ടിയ കയറിന്റെ നിയന്ത്രണം കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പോലീസിനെ കുഴക്കുന്നത്. പോലീസുകാർ അവിടെ നിന്നും പിന്മാറിയാൽ ബാരിക്കേഡ് വലിച്ചു മാറ്റുകയും പ്രവർത്തകർക്ക് നിസ്സാരമായി അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ബലാബലം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ MG റോഡിൽ ജനറൽ ആശുപത്രിക്ക് മുൻവശം നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, ശ്യാം, ഇത് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണോ ഈ പ്രതിഷേധം? അങ്ങോട്ടേക്ക് പ്രതിഷേധക്കാർ കയറാതെ ആണോ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുള്ളത്? MG റോഡിൽ പൂർണ്ണമായ ഗതാഗത സ്തംഭനമാണോ? കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ ദൂരമില്ല. തീർച്ചയായും MG റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരുന്നു. പല വഴിയിലൂടെ പോലീസ് മാർച്ചുകൾ ആളുകളെ തിരിച്ചുവിടുന്നുണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ MG റോഡിന് തൊട്ടടുത്ത കമ്മീഷൻ ഓഫീസിന് ഏകദേശം മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധത്തിൽ ആ ബാരിക്കേഡ് 3-ാം വട്ടവും പ്രവർത്തകർ വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ലാത്തി ചാർജിലേക്ക് പോലും പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നീട് കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ ദൂരമില്ല. അത് പോലീസുകാർക്ക് സുരക്ഷാ വീഴ്ചയായി കണക്കാക്കും. അതോടുകൂടി മിക്കവാറും അവർ ലാത്തി വീശേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും നിലവിൽ പോലീസ് സംയമനം പാലിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം MG റോഡിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുന്നിലാണ് ഇപ്പോൾ ആ പ്രതിഷേധം അരങ്ങേറുന്നത്. ഏതായാലും പോലീസ് 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വനിതകളടക്കമുള്ള പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവർ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൊച്ചി നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കും അതോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കൊച്ചിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.